ഈ മണ്ണിനെ ഹൃദയത്തിലേറ്റി നാടിന്റെ നോവും സുഖവും അറിഞ്ഞ് എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും സ്വന്തമായി ആറന്മുള കുമ്മനത്തിന്റെ മനസ്സാണ്. പൈതൃകവും സംസ്കാരവും പരിസ്ഥിതിയും പാടശേഖരവും വള്ളപ്പാട്ടും പടയണിയും. ഏത് മലവെള്ളപ്പാച്ചിലിലും നാടിന്റെ നന്മകൾ ഒലിച്ചുപോകാതിരിക്കാൻ കോട്ട കെട്ടിയതാണ് ആ ജീവിതം. ലോകം ആറന്മുളയിലേക്ക് വിരുന്നുവരും. ഇന്നാട്ടിന്റെ ചരിത്രവും പൈതൃകവും അറിയും. വിയർത്ത് ജീവിക്കുന്നവന്റെ പ്രയത്നത്തഴപ്പിൽ ലോകം സൗന്ദര്യത്തിന്റെ മുഖം കാണും. ആ കണ്ണാടിപ്പെരുമയിലൂടെ ഈ നാട് പ്രശസ്തിയുടെ 7 കടലും താണ്ടും. കുമ്മനം ആറന്മുളയുടെ സ്വപ്നങ്ങൾക്ക് ഹൃദയം കൊണ്ട് ചിറകേകുന്നു. തെരഞ്ഞെടുപ്പിനു വേണ്ടി മാത്രം കണ്ട മുഖമല്ല ആറന്മുളക്കാർക്ക് കുമ്മനം രാജശേഖരൻ. നാടിന്റെ വികസനത്തിനും വേദനകൾക്കുമെല്ലാം നാട്ടുകാരുടെ രാജേട്ടൻ ആറന്മുളയുടെ മനസ്സിലുണ്ട്. ആചാരവും വിശ്വാസവും അതിജീവനവും വെല്ലുവിളി നേരിടുമ്പോൾ മുൻനിര പോരാളിയായി ആ ശുഭ്രവസ്ത്രധാരി മുമ്പിലുണ്ടായിരുന്നു. പ്രതിബന്ധങ്ങൾ പലതുമുണ്ടായിരുന്നു. അധികാരവർഗത്തിന്റെ പിൻബലത്തിൽ നടന്ന ആസൂത്രണങ്ങൾ, സംഘടിത മാഫിയകളുടെ കുപ്രചാരണങ്ങൾ. എന്നാൽ ഇതൊന്നും കുമ്മനമെന്ന പോരാളിയെ പിന്നോട്ടടിച്ചില്ല. 4 പതിറ്റാണ്ട് മുമ്പ് കേന്ദ്ര സർക്കാർ ജോലി ഉപേക്ഷിച്ചാണ് പൊതുപ്രവർത്തനത്തിലേക്ക് കുമ്മനമെത്തുന്നത്. ജോലിയിൽ പ്രവേശിച്ചുകൊണ്ട് സംഘപ്രവർത്തനം തുടർന്ന കുമ്മനം പിന്നീട് 1987 ജോലി രാജിവെച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായി മാറുകയായിരുന്നു. അവസരങ്ങൾ പലതുണ്ടായി. എന്നാലും സർവ്വസാധാരണക്കാരന്റെ കണ്ണീരിന് കരുത്താവുന്നതായിരുന്നു കുമ്മനത്തിന് ഏറെ ഇഷ്ടം. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി പല ചുമതലകളും ഏറ്റെടുത്ത് വിജയിച്ച കുമ്മനത്തിന് മിസോറാമിന്റെ ഗവർണർ പദം അവിചാരിതമായാണ് ലഭിച്ചത്. മിസോറാമിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങിവരും മുൻപ് അവിടെ നിന്ന് സമ്പാദിച്ച മുഴുവൻ തുകയും ബാലാശ്രമങ്ങൾക്ക് നൽകി. അക്ഷരാർത്ഥത്തിൽ പോകുമ്പോൾ കൊണ്ടുപോയ ഒരു ജോഡി വസ്ത്രമല്ലാതെ ഒന്നും അദ്ദേഹം മടങ്ങുമ്പോൾ കൊണ്ടുവന്നിട്ടില്ല. ആ സ്നേഹം നുകർന്ന് ശരണാലയങ്ങളിലെ കുരുന്നുകൾ പറയും അവരുടെ രാജേട്ടൻ ആരാണെന്ന്. ആ കരുതലനുഭവിച്ച ആബാലവൃദ്ധം ജനങ്ങളും സ്മരണയോടെ ഓർക്കും രാജേട്ടൻ. ഏറ്റെടുത്തതെല്ലാം, അത് സേവനമായാലും സമരമായാലും സംഘാടനമായാലും പൂർണ്ണ വിജയത്തിലെത്തിച്ച ആളാണ് കുമ്മനം. സംഘർഷമല്ല, സമന്വയമാണ് സമൂഹത്തിന് അനിവാര്യമെന്ന് തെളിയിച്ച നേതാവ്. തന്റെ ഓരോ പ്രവൃത്തിയിലും ആത്മാർത്ഥതയുടെ അടയാളപ്പെടുത്തൽ നടത്തുന്ന ജനസേവകനാണ് അദ്ദേഹം. കാട്ടുകൊള്ളക്കാരുടെ അഴിമതി ഭരണവും ഉപജാപക സംഘങ്ങളുടെ നാണംകെട്ട പ്രതിപക്ഷ അധാർമികതയും തന്ത്രങ്ങൾ മെനയുന്ന കാലത്താണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം കടന്നുവരുന്നത്. പണക്കൊഴുപ്പിന്റെ PR വർക്കുകളോ കോടികളുടെ സ്വാധീന വലയമോ കുമ്മനത്തിനില്ല. ആകെയുള്ളത് നിറപുഞ്ചിരിയോടെയുള്ള സ്നേഹവും 1000 വികസന സങ്കൽപ്പങ്ങളും. ആറന്മുള എന്തുകൊണ്ടോ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വൈകാര്യമായി അങ്ങേയറ്റം പ്രതിബദ്ധതയോടുകൂടി ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കേന്ദ്രമാണ്. ഇവിടുത്തെ നദികളും ഇതിൻ്റെ പഴമയും ഇവിടുത്തെ പൈതൃകവും എല്ലാം കൂടി എൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുത്തിയ ഒരു വൈകാരിക ഭാവമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓടിയെത്തിയത്. പല സന്ദർഭത്തിൽ ഇവിടുത്തെ ആവശ്യത്തിന് മാത്രമല്ല, പലപ്പോഴും ഇതുവഴി ശബരിമലയ്ക്ക് ഒക്കെ അങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ വളരെ ചെറുപ്പനാൾ മുതൽ തന്നെ ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമാണ്. അങ്ങനെ ഇവിടുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പലപ്പോഴായി ബന്ധപ്പെട്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരത്തിലായിരുന്നു കൂടുതൽ പങ്കെടുത്തു. അതിനു മുമ്പ് തന്നെ ഇവിടെ ഒരു ബാലാശ്രമം ആരംഭിച്ചു. ആ ബാലാശ്രമത്തെ പിന്നെ ഏറ്റവും അറിയപ്പെടുന്നൊരു കേന്ദ്രമായി ഇവിടെ സ്കൂള്, വിജയാനന്ദ വിദ്യാപീഠം സ്കൂള്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറി. നമ്മളുടെ ഒരു വികസന കാഴ്ചപ്പാട് ആറന്മുളയ്ക്ക് ഇനി തിരിച്ചു പിടിക്കണം. നഷ്ടപ്പെട്ടു പോയ പൈതൃക സമ്പത്തുകളെ തിരിച്ചു പിടിക്കുകയും അങ്ങനെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു
സാംസ്കാരിക കേന്ദ്രമായി ആറന്മുള വളർത്തിയെടുക്കുകയും വേണം. അതിനൊരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ഉണ്ടാകും. അവസാന ലാപ്പിലോട്ട് നമ്മൾ കടക്കുമ്പോഴേ എങ്ങനെയാണ് നമ്മളുടെ ഒരു വൈബ്? പ്രധാനമന്ത്രി മിനിഞ്ഞാന്ന് തിരുവല്ലായി വന്നു പോയതിനു ശേഷം ഈ പത്തനംതിട്ട ജില്ല മൊത്തം ഇളകി മറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആറന്മുളയിൽ രാജേട്ടന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇളകി മറിഞ്ഞ് ഉത്സാഹഭരിതരായിട്ട് ഇപ്പം സ്വീകരണ ചടങ്ങാണ്, സ്ഥാനാർത്ഥി പര്യടനം നടക്കുകയാണ്. എവിടെ രാത്രിയിൽ 12:30-ക്കൊക്കെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ടും കുടുംബസംഗമം പോലെ നടത്തി വരികയാണ്. എല്ലായിടത്തും നല്ല പ്രൗഢഗംഭീരമായ സ്വീകരണം വാങ്ങിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ആൾക്കാരൊക്കെ സാന്നിധ്യം തന്നെയുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഇന്നലെ ഇവിടെ കിടങ്ങന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലത്തെ സ്വീകരണത്തിന് രാത്രി 9:45 അവിടെ അത്ഭുതകരമായിട്ട് 15 ക്രൈസ്തവ സഹോദരന്മാരെ ദേശീയതയിലേക്ക് വന്നു എന്നുള്ള അത്ഭുതകരമായിട്ട്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രം 100-ലധികം ആൾക്കാർ ദേശീയതയിലേക്ക് NDAയുടെ ഭാഗ്യമായിരിക്കുക. അതിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ വിശ്വാസികളാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് രാജേട്ടനെ ആറന്മുള ഏറ്റെടുത്തിരിക്കുകയാണ്. രാജേട്ടൻ ആറന്മുളയിൽ ജനിച്ചതല്ല, പക്ഷെങ്കിൽ ആറന്മുളയുടെ മകനാണ്. കുമ്മനത്ത് ജനിച്ചതാണെങ്കിലും ആറന്മുളയിലാണ് രാജേട്ടൻ്റെ കർമ്മമണ്ഡലം. അതെല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആറന്മുളയിൽ ഒരു വികാരമായി മാറിയിരിക്കുകയാണ് കുമ്മനം രാജശേഖരൻ എന്നുള്ള ആ സന്യാസി തുല്യനായ കാവ്യ ഉടുക്കാത്ത സന്യാസി. രാജേട്ടൻ ഇലക്ഷൻ നിൽക്കുമ്പോഴേ എങ്ങനെയാണ് ഇവിടുത്തെ ആറന്മുളയുടെ ഒരു വൈബ്? ആറന്മുളയുടെ സുപരിചിതനല്ലേ രാജേട്ടനല്ലേ. ഏതെല്ലാം മേഖലകളിൽ രാജേട്ടൻ തൊട്ടിട്ടുണ്ടോ അവിടെ എല്ലാം രാജേട്ടൻ വിജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആരെ കണ്ടാലും എല്ലാവരോടും അങ്ങനെ തന്നെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ എളിമയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വലിപ്പം. ആരെ കണ്ടാലും ആരോടായാലും ഈ ആറന്മുള വശത്തുള്ള ഏത് കുഞ്ഞുങ്ങൾക്കും രാജേട്ടനെ അറിയാം. അതുതന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം കാണുന്ന ഒരാളല്ല. അല്ല, അദ്ദേഹം ഇവിടെ വന്ന് ക്ഷേത്രത്തിലെ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സഞ്ചിയുമില്ല, ഒരു മുണ്ടും ഒരു ഷർട്ടും ഉള്ളതെന്ന് എല്ലാവർക്കും ലോകജനങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ അദ്ദേഹത്തിനൊന്നും സമ്പാദിക്കേണ്ട. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അഴിമതി നടത്തിയിട്ടുണ്ടാകണം. അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ പോലും അദ്ദേഹം പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കത്തേ ഉള്ളൂ. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്.